ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ചാനലിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ മൈക്രോഫോണുകളെ കുറിച്ചെല്ലാമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മൈക്രോഫോൺ എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ ഐഡിയ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ലഭിക്കും. ആദ്യമായി ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇത് മൊബൈൽ ഫോൺ യൂസ് ചെയ്താണ് റെക്കോർഡ് ചെയ്തിരുന്നത്. ഇപ്രകാരം എൻ്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്. ഐഫോൺ 12 Pro Max എന്ന ഈ ഒരു ഫോൺ യൂസ് ചെയ്താണ് വീഡിയോസ് റെക്കോർഡ് ചെയ്തിരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ മൈക്രോഫോൺ തന്നെയാണ് ഞാൻ ഈ റെക്കോർഡിങ്ങിനെല്ലാം യൂസ് ചെയ്തിരുന്നത്. നല്ല വോയിസ് ക്ലാരിറ്റി എല്ലാം തന്നെ നമുക്ക് ഇപ്രകാരം ഈ ഒരു ഫോണിൻ്റെ വോയിസ് റെക്കോർഡിങ്ങിലൂടെ ലഭിച്ചിരുന്നു. എന്നാൽ നമുക്ക് ഇത്രയും അടുത്തെല്ലാം വെച്ച് നമുക്ക് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫോണിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ആക്സസറീസ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഓഡിയോ എല്ലാം ഇതിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്രകാരമാണ് ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത്. ബോയിയുടെ BY-M1 എന്ന ഒരു അടിപൊളി മൈക്രോഫോണാണിത്. വളരെ പോപ്പുലറായ ഒരു മൈക്രോഫോണാണിത്. ഈ ഒരു മൈക്രോഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സൗണ്ട് ക്ലാരിറ്റി എല്ലാം നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രൈസിലെല്ലാം ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഏകദേശം ഞാനിത് പർച്ചേസ് ചെയ്യുമ്പോൾ 600 സംതിങ് എല്ലാം ആയിരുന്നു ഇത് ഓഫർ പ്രൈസോട് കൂടി അന്ന് എനിക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഇതിന് ഏകദേശം 700 റുപ്പീസ് സംതിങ് എല്ലാം ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എല്ലാം നിങ്ങൾക്ക് ആമസോണിൽ ഓഫർ എല്ലാം ലഭിക്കുന്ന സമയത്തെല്ലാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭത്തിലെല്ലാം ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് വലിയ യൂട്യൂബേഴ്സ് ഇപ്പോഴും അവരുടെ ചാനലിൽ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണിത്. കാരണം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ ഈ ഒരു മൈക്രോഫോണിന് ഇതിന് നല്ല ലെങ്ത് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ വലിയ കേബിൾ എല്ലാമാണ് ഇതിനോടൊപ്പം വരുന്നത്. അതിനാൽ തന്നെ വളരെ ഈസിയായി നമുക്ക് ഇത് ഇവിടെ നമ്മുടെ കോളറിലെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റെക്കോർഡ് ചെയ്യാനെല്ലാം സാധിക്കും. ഇപ്രകാരം ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരറ്റം ഇത് നമ്മൾ ക്യാമറയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്കെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം ഈസിയായി നിങ്ങൾക്ക് ഓഡിയോ എല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ ഞാൻ ഇപ്പോഴും ഒരുപാട് പേരോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ബോയിയുടെ BY-M1 എന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്വിച്ച് എല്ലാം കാണാം. ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഇത് ക്യാമറയുമായി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ പവർ എല്ലാം ഓൺ ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ഫോണുമായെല്ലാമാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ഈ ഒരു പവർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പവർ ഓഫ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഫോണിൽ ഇത് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ വളരെ നല്ല ഒരു മൈക്രോഫോണാണിത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ പർച്ചേസ് ചെയ്തൊരു മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ഷോർട്ട് ഗൺ മൈക്രോഫോൺ എല്ലാമാണ്. ബോയിയുടെ BY-M1 എന്ന മോഡലാണിത്. ഇതും വളരെ നല്ല ഒരു മൈക്രോഫോണാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു നല്ല ഷോർട്ട് ഗൺ മൈക്രോഫോണാണിത്. അപ്പോൾ ഷോർട്ട് ഗൺ മൈക്രോഫോണിൻ്റെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നിന്നുള്ള നമ്മുടെ വോയിസ് എല്ലാമാണ് ഇതിൽ അധികമായി ക്യാപ്ചർ ചെയ്യുക. സൈഡിൽ നിന്നുള്ള ഈ വോയിസ് എല്ലാം ഒഴിവാക്കുന്നതിന് ഇത്തരത്തിൽ നമുക്ക് ഈ ഷോർട്ട് ഗൺ മൈക്രോഫോൺ എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച മോഡൽ അത് നമുക്ക് ഈ ഇത്രയും കേബിൾ ലെങ്ത് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരുവിധ എല്ലാ പർപ്പസിനും ആ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യാം. എന്നാൽ ഇത്തരത്തിലുള്ള ഈ ഒരു മൈക്രോഫോൺ നിങ്ങൾ വ്ളോഗിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാമറയുടെ മുകളിൽ ഈസിയായി ഇത് നിങ്ങൾക്ക് ക്യാമറയിലേക്ക് കണക്ട് ചെയ്ത് വളരെ ഈസിയായി റെക്കോർഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ വളരെ ഹാൻഡിയായ ഒരു മോഡലാണിത്. അതായത് നിങ്ങൾക്കിത് ക്യാരി ചെയ്യാനെല്ലാം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ പലവിധ മോഡലുകളെല്ലാം ഉണ്ട്. അത്യാവശ്യം കുറച്ചുകൂടി എമൗണ്ട് എല്ലാം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ റോഡ് എന്ന കമ്പനിയുടെ ഷോർട്ട് ഗൺ മൈക്രോഫോൺ എല്ലാം അതെല്ലാം വളരെ നല്ല ക്ലാരിറ്റി ഒന്നുകൂടി ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പർച്ചേസ് ചെയ്തത് ബോയിയുടെ BY-M1 എന്ന ഈ ഒരു മോഡലാണ്. അപ്പോൾ ഇതും വളരെ നല്ലൊരു മൈക്രോഫോണാണ്. നിങ്ങൾ ഈ വ്ളോഗിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിലെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്യാമറയുടെ അടുത്ത്, അതായത് ക്യാമറ ഇത്ര അകലത്തിലെല്ലാം പിടിച്ച് ഇതിന് മുകളിലായി വെച്ചെല്ലാം റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഷോർട്ട് ഗൺ മൈക്രോഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക.
ഇനി നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്, അതായത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എല്ലാം ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ക്യാമറയിലേക്ക് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു എക്സ്റ്റൻഡർ എല്ലാം വാങ്ങാം. അതായത് ഒരു എക്സ്റ്റൻഷൻ കേബിൾ എല്ലാം യൂസ് ചെയ്ത് നിങ്ങളുടെ ക്യാമറയിലേക്ക് ഇത് കണക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മൈക്രോഫോണിൻ്റെ ഹെഡ് നമ്മൾ സംസാരിക്കുന്നതിന് അടുത്തായി തന്നെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്ത് നിങ്ങളുടെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യാം. അതിനാൽ തന്നെ വളരെ ദൂരത്തല്ലാതെ കുറച്ച് ക്ലോസ് ആയി വെച്ച് നിങ്ങൾ ഇതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഏകദേശം 1600 രൂപ റേഞ്ച് എല്ലാമാണ് ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് വന്നിരുന്നത്. ഇനി ഞാൻ ഇതിന് ശേഷം പർച്ചേസ് ചെയ്ത ഒരു മൈക്രോഫോണാണ് ഈ ഒരു മൈക്രോഫോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വളരെ പോപ്പുലറായ റോഡിൻ്റെ ഒരു മൈക്രോഫോണാണിത്. റോഡിൻ്റെ വയർലെസ് ഗോ 2 എന്ന മോഡലാണ്. റോഡിൻ്റെ തന്നെ വയർലെസ് ഗോ എന്ന മോഡൽ വളരെ സക്സസ് ആയതിനു ശേഷം അതിനുശേഷം വന്നൊരു മോഡലാണ് റോഡിൻ്റെ വയർലെസ് ഗോ 2 എന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ അതുപോലെ ഒരു റിസീവർ എല്ലാം ഉള്ള ഈ ഒരു മോഡലാണ് ഞാൻ ഇതിന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വയർലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്രകാരം നമുക്ക് റിസീവർ നമ്മുടെ ക്യാമറയിൽ കണക്ട് ചെയ്തതിന് ശേഷം 250 മീറ്റർ ദൂരത്തെല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഓഡിയോ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മൂവ് ചെയ്തെല്ലാം ഒരു വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയെല്ലാമാണ്. ഇത്തരത്തിൽ നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടെല്ലാം വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് മൂവിങ് എല്ലാം വളരെ ഈസി ആക്കുന്നതിന് വയർലെസ് മൈക്ക് എല്ലാം ആയിരിക്കും നല്ലത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് റോഡിൻ്റെ ഈ വയർലെസ് ഗോ 2 എന്ന ഈ ഒരു മൈക്രോഫോൺ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്തെല്ലാമാണ് ഈ ഒരു മൈക്രോഫോണിന് നമുക്ക് ചിലവാക്കേണ്ടി വരിക. അതിനാൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ വളരെ സീരിയസ് ആയി എടുക്കുന്ന ഒരാളാണെങ്കിലെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മൈക്രോഫോൺ എല്ലാം ആയിരിക്കും നല്ലത്. ഇത് നിങ്ങൾക്ക് മൾട്ടി പർപ്പസായി എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ക്യാമറയിലേക്ക്, ഇനി നിങ്ങളുടെ ഐപാഡിലേക്ക്, ഐഫോണിലേക്ക്, ആൻഡ്രോയിഡിലേക്ക്, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് എല്ലാറ്റിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണിത്. എന്നാൽ ഇതിൻ്റെ കൂടെ ചില ഫോണുകളിലേക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അഡീഷണലായി ചില ആക്സസറീസ് എല്ലാം നമ്മൾ വാങ്ങേണ്ടതായി വരും. ഉദാഹരണമായി ഇപ്പോൾ ഇത് ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്ത ഒരു പിന്നാണ്. അപ്പോൾ ഇപ്രകാരം നമ്മൾ അഡീഷണൽ ആക്സസറീസ് എല്ലാം ഇതിന് കൂടെ പർച്ചേസ് ചെയ്താലാണ് നമുക്ക് ഇത് കറക്റ്റായി ഇത് ഫോണിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു മൈക്രോഫോണിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ഇത് സെപ്പറേറ്റായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റോഡ് വയർലെസ് ഗോ 2 നിവേദ് എന്നെല്ലാം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ വീഡിയോ ഇത് മുഴുവനായി കാണാനെല്ലാം സാധിക്കും. അതുപോലെ ഇതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച്, എങ്ങനെയാണ് ഇത് നമ്മൾ ഫോണുമായി കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാമറയിൽ കണക്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഇനി ഇതിന് ശേഷമായി ഞാൻ വീണ്ടും ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ ഒരു USB മൈക്രോഫോണാണ്. ഈ ഒരു മൈക്രോഫോണിൻ്റെ പേരെന്ന് പറയുന്നത് ത്രോൺമാക്സ് M-Drill 1 എന്ന മോഡലാണ്. കുറച്ച് പഴയ ഒരു മോഡലാണ്. പക്ഷേ എനിക്ക് ആമസോണിൽ കുറച്ച് ഓഫറെല്ലാം ഉണ്ടായതിനാൽ വളരെ കുറഞ്ഞ പ്രൈസിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ സാധിച്ചു. നോർമലായി നമുക്ക് ഇതൊരു 18,000 ആ റേഞ്ചിലെല്ലാം വരുന്ന ഒരു മൈക്രോഫോണാണ്. എന്നാൽ എനിക്കിത് ഓഫർ പ്രൈസിൽ ഏകദേശം 12,000 രൂപയ്ക്കെല്ലാമാണ് ലഭിച്ചത്. അതിനാൽ തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തു തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അഡീഷണലായി മറ്റ് ഓഡിയോ ഡിവൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായി ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കേബിൾ ഇത് മൈക്രോഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ USB-യുമായി ഈ കേബിൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്ത് ഇതിൽ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒഡാസിറ്റി എന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഒഡാസിറ്റി യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഫ്രീ ആയി ആർക്കും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു USB മൈക്രോഫോൺ എല്ലാമാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു മൈക്രോഫോൺ എല്ലാം പർച്ചേസ് ചെയ്യാം. ഒട്ടനവധി മോഡലുകൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ USB മോഡലിൽ കാണാൻ സാധിക്കും.
അതായത് റോഡിൻ്റെ മൈക്രോഫോൺ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിലെല്ലാം 4000-5000 രൂപയ്ക്കെല്ലാം വളരെ നല്ല മൈക്രോഫോൺ എല്ലാം നിങ്ങൾക്ക് ഒട്ടനവധി ആമസോണിൽ കാണാൻ സാധിക്കും. നല്ല റേറ്റിംഗ് എല്ലാം ഉള്ള നല്ല ഒരു മൈക്രോഫോൺ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. USB മൈക്രോഫോൺ ഇത് വളരെ ഗുണമുള്ള ഒരു മൈക്രോഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് ഇതുപോലെ നമ്മുടെ ലാപ്ടോപ്പ് എല്ലാം എടുത്ത് എങ്ങോട്ടെങ്കിലും യാത്രയെല്ലാം പോവുകയാണെങ്കിലും ഇത്തരത്തിൽ ഈ USB സെറ്റപ്പ് ഇത് നമുക്ക് ക്യാരി ചെയ്ത് വളരെ ഈസിയായി റെക്കോർഡിംഗ് എല്ലാം ചെയ്യാം. എന്നാൽ ഇനി മറ്റൊരു ടൈപ്പ് മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇത് XLR കേബിൾ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ XLR കേബിൾ എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായി ഓഡിയോ ഇൻ്റർഫേസസ് എല്ലാം ആവശ്യമാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ XLR കേബിൾ യൂസ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുക എന്നെല്ലാം നോക്കാം. XLR കണക്ഷൻ എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനുശേഷം ഇതിൽ നിങ്ങൾക്ക് USB പോലെയല്ല ഈ XLR കേബിൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോർട്ടിലാണ് ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും USB യൂസ് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഓഡിയോ ഇൻ്റർഫേസിലേക്കെല്ലാം ഇത് കണക്ട് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഈ XLR കേബിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ 2 പോർട്ട് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. 2 XLR കേബിൾ എല്ലാം ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മ്യൂസിക് അതുപോലെ വോക്കൽസ് ഇത് രണ്ടും കൂടി റെക്കോർഡ് ചെയ്യണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് എല്ലാം നമുക്ക് ആശ്രയിക്കാം. അതുപോലെ കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ നിങ്ങളുടെ ഓഡിയോ എല്ലാം സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷേ ഇതിന് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് മെത്തേഡ് എല്ലാമാണ്. കാരണം ഇതിൽ നമുക്ക് കൂടുതലായി കുറേ ഡിവൈസ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഗെയിൻ അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം കറക്റ്റ് ലെവലിലേക്ക് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് എല്ലാം ലഭിക്കുക. അപ്പോൾ ഇത് ഞാൻ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫോക്കസ് റൈറ്റിൻ്റെ ഈ ഒരു സ്കാർലെറ്റ് 2i2 എന്ന 4th ജനറേഷൻ മോഡലാണ്. വളരെ പോപ്പുലറായ ഒരു കമ്പനിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആമസോണിൽ സെർച്ച് ചെയ്യാം. ഇതിനും അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. ഏകദേശം 20,000-നടുത്ത് ഈ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് കോസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു ഡിവൈസ് വാങ്ങിയതിന് ശേഷം ഞാൻ 2 മൈക്രോഫോൺ ഈ ഒരു ഡിവൈസിലേക്ക് വേണ്ടി പർച്ചേസ് ചെയ്തിരുന്നു. എന്നാൽ ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിരുന്ന ഈ ഒരു മൈക്രോഫോൺ ഇത് എനിക്ക് ഓപ്പൺ ബോക്സ് എല്ലാം ആയിട്ടാണ് റിസീവ് ആയത്. അതായത് ഇത് തുറന്ന പെട്ടിയിലായിരുന്നു എനിക്ക് വന്നത്. അതിനാൽ തന്നെ അതിൻ്റെ ജെന്യൂനിറ്റി എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഞാൻ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. എനിക്ക് ഇതിലേക്ക് റോഡിൻ്റെ പോഡ് മൈക്ക് ഇത് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനാൽ തന്നെ ആ ഒരു കാര്യമാണ് ഞാൻ ഓർഡർ ചെയ്തത്. എന്നാൽ അത് ഓപ്പൺ ബോക്സിൽ ഡെലിവറി ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ അത് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് പറ്റുന്ന നല്ല ഒരു മൈക്രോഫോൺ ഇപ്പോഴും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായിരിക്കും നല്ലൊരു മൈക്രോഫോൺ, അത് നമ്മുടെ ബഡ്ജറ്റിനെല്ലാം ഒതുങ്ങുന്ന ഒരു മൈക്രോഫോൺ ഇത് ഏതാണ് എന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ ഇതിലേക്ക് നല്ല ഒരു മൈക്രോഫോൺ എല്ലാം പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ ഈ സെറ്റപ്പ് എല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതായത് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇത്തരത്തിലൊരു സെറ്റപ്പിലേക്കെല്ലാം നീങ്ങുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായി നമുക്ക് യൂസ് ചെയ്യാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മൈക്ക് ഇത് നമ്മുടെ സൗണ്ടുമായി മാച്ച് ചെയ്യുന്നില്ല, ഇത്തരത്തിലെല്ലാം പ്രശ്നങ്ങളെല്ലാം വരികയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള നമ്മുടെ ചാനലിൻ്റെ ഓഡിയോയുടെ ആ ഒരു ക്ലാരിറ്റി കൂടി നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് പറ്റുന്ന ഒരു മൈക്രോഫോൺ എല്ലാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സെറ്റപ്പ് ഇത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മൾ മൈക്രോഫോൺ എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്തരത്തിലുള്ള റൂമെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ എവിടെ വെച്ചെല്ലാമാണ് ഇത് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് പല മൈക്രോഫോണിനുമുള്ള ഒരു പ്രശ്നം, നിങ്ങൾ കോസ്റ്റ്ലി ആയി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കണമെന്നില്ല.
കാരണം ഇത്തരത്തിൽ നിങ്ങളുടെ റൂം എല്ലാം ഇതുപോലെ എക്കോ എല്ലാം ഉള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂം എല്ലാം ട്രീറ്റ് ചെയ്തിട്ടില്ലാത്ത റൂം എല്ലാം ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ബെനിഫിറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ തന്നെ ഒരു മൈക്രോഫോൺ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കൂടുതലായി റിവ്യൂസ്, അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായം, ഇതെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോഫോൺ. അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. യൂട്യൂബിലേക്ക് ആദ്യമായി വരുന്നവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോഫോണെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇതിൽ നിന്നും ഏതാണ് അവർക്ക് പറ്റുന്ന മൈക്രോഫോൺ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം കുറച്ച് ഐഡിയ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ തന്നെ ഈ വീഡിയോ യൂട്യൂബ് ചാനലെല്ലാം റൺ ചെയ്യുന്നവർക്ക് അവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്